പ്രതിദിനം 250 കോടി രൂപ ലാഭം, 3500 ജീവനക്കാർ, താമസിക്കാൻ ദുബായിലെ തന്നെ 20 ആഡംബര വില്ലകൾ. ഒടുവിൽ മഹാദേവ് ബെറ്റിംഗ് ആപ്പ് തട്ടിപ്പിന്റെ മുഖ്യ സൂത്രധാരൻ സൗരഭ് ചന്ദ്രാക്കർ ഒമാനിൽ അറസ്റ്റിൽ. 6000 കോടിയുടെ മഹാദേവ് ബെറ്റിംഗ് ആപ്പ് തട്ടിപ്പ് കേസിലെ മുഖ്യ സൂത്രധാരനാണ് ഇയാൾ. വ്യാജ പാസ്പോർട്ട് ഉപയോഗിച്ച് ഒമാനിലേക്ക് പ്രവേശിക്കാൻ ശ്രമിക്കുന്നതിനിടെയാണ് അറസ്റ്റ്. ഇന്റർപോൾ പുറപ്പെടുവിച്ച റെഡ് കോർണർ നോട്ടീസിന്റെ അടിസ്ഥാനത്തിലായിരുന്നു നടപടി ഉണ്ടായത്. ഇന്ത്യയിലേക്ക് സൗരഭ് ചന്ദ്രാക്കറിനെ കൈമാറുന്നതിനുള്ള നടപടികൾ ഇതോടകം തന്നെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും വിദേശകാര്യ മന്ത്രാലയവും ചേർന്ന് ആരംഭിച്ചിട്ടുണ്ട്. ഇന്ത്യയും ഒമാനും തമ്മിലുള്ള സൗഹൃദ ബന്ധം കണക്കിലെടുത്ത് പ്രതിയെ ഉടൻ കൈമാറുമെന്നാണ് പ്രതീക്ഷ. 2019 ദുബായിലേക്ക് കടന്ന സൗരഭ് ചന്ദ്രാക്കറും കൂട്ടാളി രവി ഉപ്പലും ചേർന്നാണ് ഈ ചൂതാട്ട സാമ്രാജ്യം നിയന്ത്രിച്ചിരുന്നത്. വാട്സപ്പ്, ടെലഗ്രാം ഗ്രൂപ്പുകൾ വഴി സാധാരണക്കാരെയും യുവാക്കളെയും ആകർഷിച്ച് വ്യാജ ബാങ്ക് അക്കൗണ്ടുകൾ വഴിയായിരുന്നു ഇവരുടെ പണമിടപാടുകൾ നടത്തിയിരുന്നത്. തുടക്കത്തിൽ ചെറിയ ലാഭം നൽകി ആളുകളുടെ വിശ്വാസം പിടിച്ചുപറ്റിയ ശേഷം വലിയ തുക പന്തയം വെക്കുമ്പോൾ സോഫ്റ്റ്വെയർ കോഡിംഗിൽ മാറ്റം വരുത്തി പണം പൂർണ്ണമായും തട്ടിയെടുക്കുന്നതായിരുന്നു ഇവരുടെ തട്ടിപ്പിന്റെ രീതി. ഇങ്ങനെ സമാഹരിക്കുന്ന കോടിക്കണക്കിന് രൂപ ഹവാല ചാനലുകളും ക്രിപ്റ്റോ കറൻസി വഴി ദുബായിലേക്ക് കടത്തുകയും പിന്നീട് വ്യാജ നിക്ഷേപങ്ങളായി ഇന്ത്യൻ ഓഹരി വിപണിയിലേക്ക് തിരികെ ഇറക്കി പണം വെളുപ്പിക്കുകയും ചെയ്തു. വിവിധ നഗരങ്ങളെ കേന്ദ്രീകരിച്ച് 3200 ബെറ്റിംഗ് ചാനലുകൾ സംഘം നടത്തുന്നതായാണ് വിവരം. പ്രതിദിനം 240 കോടി രൂപ ഈ സംഘം ലാഭമുണ്ടാക്കുന്നതായാണ് ഇ ഡി കണ്ടെത്തിയത്. ദുബായിൽ സംഘത്തിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന 3500 സ്റ്റാഫിന് താമസിക്കാനായി മാത്രം 20 വില്ലകളാണ് വാടകയ്ക്കെടുത്തിരുന്നത്. 2023 ഫെബ്രുവരിയിൽ യുഎഇയിൽ വെച്ച് സൗരഭ് ചന്ദ്രാക്കർ നടത്തിയ 200 കോടി രൂപയുടെ ആഡംബര വിവാഹത്തോടെയാണ് ഈ കേസ് മാധ്യമ ശ്രദ്ധ നേടുന്നത്. ഈ വിവാഹ ചടങ്ങിൽ പങ്കെടുക്കുന്നതിന് ആപ്പ് പ്രൊമോട്ട് ചെയ്യുന്നതിനും ബോളിവുഡ് താരങ്ങളായ രൺബീർ കപൂർ, ശ്രേത കപൂർ എന്നിവരടക്കം ഇ ഡി ചോദ്യം ചെയ്തിരുന്നു. ഛത്തീസ്ഗഡിലെ രാഷ്ട്രീയ നേതാക്കൾക്കും ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥർക്കും കേസൊതുക്കാൻ കോടിക്കണക്കിന് രൂപ കൈക്കൂലി നൽകിയതായും അന്വേഷണത്തിൽ വ്യക്തമായിട്ടുണ്ട്. ഇത് സംബന്ധിച്ച് CBI അന്വേഷണവും നടക്കുന്നുണ്ട്. ഒമാനിൽ വെച്ചുള്ള ചന്ദ്രാക്കറിന്റെ അറസ്റ്റ് കേസ് അന്വേഷണത്തിന്റെ നിർണായക വഴിത്തിരിവാകും.